നല്ല കോട്ടൊക്കെ ഇട്ട് നല്ല സുഗന്ധമൊക്കെ പൂശി അത്യാവശ്യം ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് മുഖമൊക്കെ ഒന്ന് മിനുങ്ങി എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന സമയം എന്ന് പറയുന്നത് അവൻ പുതുമണവാളനാകുന്ന ദിവസമാണ്. എത്ര വലിയ VIP വന്നാലും അന്നിവനെ കവച്ചു വെക്കാൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയില്ല എന്നതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരധ്യായം അറൂസുൽ ഖുർആൻ എന്നാണ് ഈ സൂറത്ത് അറിയപ്പെടുന്നത്. ഈ സൂറത്തിന്റെ തുടക്കവും ഒടുക്കവും ആർക്കും കാണാതെ അറിയില്ലെങ്കിലും ഒരായത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ 31 തവണയാണ് അല്ലാഹു തആല അത് ചോദിക്കുന്നത്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? അല്ലാഹു നൽകുന്ന നർഗമാം നന്മകൾ ആവുമോ നിങ്ങൾക്ക് തള്ളിപ്പറയുവാൻ? അഥവാ പടച്ചവൻ ഈ ലോകത്ത് നിങ്ങൾക്ക് നൽകിയ ജീവിതത്തില് നിങ്ങൾ കാണുന്ന, നിങ്ങൾ അറിയുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ജനങ്ങളെ, അതേതെങ്കിലും എനിക്ക് റബ്ബ് നൽകിയതെന്നല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. തബാറകസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലേ? ശ്രേഷ്ഠനായി സർവർക്കുമാരാധ്യനായി സദാമേവും അല്ലാഹുവിൻ നാമം മഹോന്നതം. എന്തൊരധ്യായമാണിതെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? പടച്ചവൻ എനിക്കും നിങ്ങൾക്കും നൽകിയത് എന്തെല്ലാമാണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ സൂറത്ത് ഒരു തവണയൊന്ന് പാരായണം ചെയ്താൽ മതി. അതുകൊണ്ടല്ലേ ഈ സൂറത്ത് അവതീർണമായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബികളുടെ മുമ്പിൽ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, മൻ യഖ്റഉ ഹാദിഹി സൂറത അലാ ഖുറൈശ്. ആരാണ് ഖുറൈശികളുടെ മുൻപിൽ പോയി ഈ സൂറത്ത് ഓതിക്കൊടുക്കുക? സ്വഹാബികളൊന്നും എഴുന്നേറ്റ് നിന്നില്ല. നമ്മൾ അതവരുടെ അധൈര്യമായി കാണേണ്ടതില്ല. കാരണം അവർ പട്ടിണി പാവങ്ങളാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്. റസൂലിൽ വിശ്വസിച്ച് ഏതാനും മാസങ്ങളും ദിവസങ്ങളുമായവരാണ്. ഇടിഞ്ഞു പൊളിയാറായ ദാറുൽ അർഖം എന്ന് പറയുന്ന മക്കയിലുണ്ടായിരുന്ന ആ വീട്ടിൽ വെച്ച് അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, സ്വഹാബാ, നിങ്ങൾക്കിടയിൽ നിന്ന് ആരാണ് ഈ സൂറത്ത് ഖുറൈശികളുടെ മുൻപിൽ പോയി ഓതിക്കൊടുക്കുക? എഴുന്നേറ്റ് നിൽക്കാൻ ഒരാൾ ധൈര്യം കാണിച്ചു. അദ്ദേഹത്തിന്റെ പേര് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ. ആ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ മനസ്സ് നിർമ്മലമായി പോകും. അത്രയും വലിയ ചരിത്രത്തിന്റെ ഉടമയാണ് ഈ സ്വഹാബി വര്യൻ. എപ്പോഴും നബിയുടെ കൂടെ നിന്ന് എല്ലാ ഘട്ടത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ പോയി. അല്ലേ? ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, എനിക്ക് ജിന്നുകൾ ഖുർആൻ ഓതാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എന്റെ അടുക്കലേക്ക് ജിന്നുകൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരല്ലാത്ത മറ്റൊരു വിഭാഗമാണല്ലോ, മറഞ്ഞു കിടക്കുന്ന ഒരു വിഭാഗമാണല്ലോ ജിന്നുകൾ. ആ ജിന്നുകൾ എന്റെ അടുക്കൽ ഖുർആൻ കേൾക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് എന്റെ കൂടെ വരാൻ തയ്യാറുള്ളത്? അപ്പോഴും ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നു, ഞാനുണ്ട് നബിയേ. ചെന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റസൂലുള്ളാഹിന്റെ കൂടെ ചെന്നു. റസൂലുള്ള ഒരു വര വരച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ലാ, എന്ത് കേട്ടാലും എന്ത് കണ്ടാലും ഈ വര നീ മുറിച്ചു കടക്കല്ലേ മോനെ. അള്ളാന്റെ റസൂല് കുറച്ചങ്ങോട്ട് പോയി. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുകയാണ്, വലിയ ബഹളവും വലിയ ശബ്ദവും മട്ടഹാസങ്ങളും ഞാൻ കേൾക്കാൻ തുടങ്ങി. എന്റെ റസൂലിന് വല്ല അപകടവും വന്നേക്കുമോ എന്ന് ഞാൻ ഭയന്നുപോയി. എന്നാലും ഞാൻ റസൂലുള്ള പറഞ്ഞതല്ലേ ആ വര മുറിച്ച് കടക്കാതിരിക്കുവാൻ, അതുകൊണ്ട് ഞാനത് മുറിച്ച് കടക്കാതെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അവിടെ കാത്തു നിൽക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞു. റസൂലുള്ള തിരിച്ചു വന്നുകൊണ്ട് പറയുകയാണ്, അബ്ദുല്ലാ,
കൊല്ലങ്ങൾക്ക് മുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള നൂറുകണക്കിന് ജിന്നുകൾക്ക് ഞാൻ ഖുർആൻ ഓതി കൊടുത്തിട്ടുണ്ട് അബ്ദുള്ള. ആ സംഭവം ഉദ്ധരിക്കുന്ന ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. സൂറത്തുൽ ജിന്ന് എന്നാണ് അധ്യായത്തിന്റെ പേര്. ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. ആ ജിന്നുകൾക്ക് ഖുർആൻ ഓതി കൊടുത്ത സ്ഥലത്ത് ഇന്നും മക്കയിൽ പോയാൽ മസ്ജിദുൽ ജിന്ന് എന്ന് പറയുന്ന ഒരു പള്ളി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന പള്ളിയാണത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറഞ്ഞു, നബിയെ, ഇത് ഖുറൈശികളുടെ മുമ്പിൽ പോയി ഓതിക്കൊടുത്തുകൊള്ളാം. റസൂലുള്ള പറഞ്ഞു, വേണ്ട അബ്ദുള്ള, നീ അവിടെ ഇരിക്കണം. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതെന്താണ്? കൂട്ടത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യനാണ് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചെറിയ കൈകാലുകൾ, ദുർബലമായ കൈകൾ, തടിയില്ലാത്ത കാലുകൾ, വളരെ ദുർബലനാണ്. വേറെ ഒരു ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ നബിയും സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദും കുറച്ച് സ്വഹാബികളും കൂടെ ഇങ്ങനെ മദീനയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അറാഖ് എന്ന് പറയുന്ന ഒരു മരം നിങ്ങൾക്കറിയാമല്ലോ. ആ മരത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം വേണം പല്ല് തേക്കാൻ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ആ മരത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ. അദ്ദേഹം അങ്ങ് കയറിയിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ഈ അറാഖ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ നിൽക്കുന്ന സ്വഹാബികൾ ഈ കാഴ്ച കണ്ടു. ആ അറാഖിന്റെ ചുള്ളിക്കമ്പുകളെ അനുസ്മരിക്കുന്ന കൈകാലുകൾ കണ്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ കാലുകളിലേക്കും കൈകളിലേക്കും നോക്കിക്കൊണ്ട് അവരങ്ങനെ ചിരിക്കുകയാണ്. റസൂലുള്ള ചോദിച്ചു, നിങ്ങൾ ചിരിക്കുകയാണല്ലേ? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? ഈ ചെറിയ കൈകാലുകളുണ്ടല്ലോ, ഈ ദുർബലമായ കൈകളും കാലുകളും ഉണ്ടല്ലോ, അസ്ഖലാനി ഫിൽ മീസാൻ, നാളെ അല്ലാഹു തആല നന്മയും തിന്മയും കനം തൂക്കുന്ന മീസാനിൽ ഇത് കനം തൂങ്ങുന്നതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം രണ്ടാമതും പറഞ്ഞു, നബിയെ, ഞാൻ തന്നെ ഓതിക്കൊടുത്തോളാം. വേണ്ട, നീ സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുക്കേണ്ട. മൂന്നാമത്തെ തവണ റസൂലുള്ളാന്റെ കൽപ്പനക്ക് കാത്തു നിന്നില്ല, ഓടുകയാണ്. ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ടോടുകയാണ്. കഅബ ശരീഫിന്റെ തൊട്ടടുക്കലെത്തി. ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. ഖുറൈശി പ്രമുഖന്മാര് വല്ലാതെ കൂട്ടം കൂടി സ്വറ പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് നേരെ അങ്ങ് ചെല്ലുകയാണ്. താൻ ചെറിയ മനുഷ്യനാണെങ്കിലും കഴിയുന്നത്ര ഉയർച്ചയിൽ നിന്നുകൊണ്ട് കഅബ ശരീഫിന്റെ ഖില്ലയിൽ ചാരി നിന്നുകൊണ്ട് അബ്ദുള്ള ഓതുകയാണ്, അർ റഹ്മാനു അല്ലമൽ ഖുർആൻ. കാരുണ്യവാനായ അല്ലാഹു തആല അവന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി, മനുഷ്യരുടെ മുഴുവൻ സംസ്കൃതിയുടെയും അടയാളമായി, അവരുടെ മുന്നോട്ടുള്ള കാൽവെപ്പിന്റെ പ്രചോദനമായി അവർക്കിതാ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ചത് അല്ലാഹുവാണ്. ഇത് സഹിക്കാൻ കഴിയില്ലല്ലോ അവർക്ക്. വിശ്വാസിയുടെ ഈ പ്രഖ്യാപനം, ഖുർആനിന്റെ ഈ മധുരമൂറുന്ന വചനങ്ങൾ ആളുകൾ ഇങ്ങനെ അടുക്കലേക്ക് വരാൻ തുടങ്ങി. എല്ലാവരും ആ വാക്യങ്ങളിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ആ വചസ്സുകളിൽ എല്ലാവരും ഇങ്ങനെ മതിമറഞ്ഞ് നിലകൊള്ളുകയാണ്. അടുത്ത വാക്ക് വന്നു, ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. മനുഷ്യൻ അവന്റെ സമയം കണക്കാക്കുന്ന, അവന്റെ മാസം കണക്കാക്കുന്ന, അവൻ വർഷങ്ങളും അവന്റെ ജീവിതവും ക്രമീകരിക്കുന്ന സൂര്യനും ചന്ദ്രനുമുണ്ടല്ലോ, വെളിച്ചമേകുന്ന സൂര്യനും ചന്ദ്രനുമുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ നിയമമനുസരിച്ചാണ്, അവന്റെ കണക്കും അവന്റെ കഴിവുമനുസരിച്ചാണ്, നിയന്ത്രണമനുസരിച്ചാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വൻ നജ്മു വശ്ശജറു യസ്ജുദാൻ.
ഖുർആനിന്റെ വജസ്സുകളിലേക്ക്, ആ വചനപ്രവാഹങ്ങളിലേക്ക്, ആ സ്വരരാഗസുധയിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്ന ആ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുകയാണ്, വന്നജ്മു വള്ളിച്ചെടികൾ, വശജറു മരങ്ങൾ, യസ്ജുദാൻ അവർ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല അബൂജഹലിന്. അവൻ ഓടി വന്നു എന്ന് മാത്രമല്ല, ചെറിയ മനുഷ്യനും ദുർബലനുമായ ഈ പാവപ്പെട്ട സ്വഹാബിയെ കഠോരമായി അവൻ മർദ്ദിക്കുകയാണ്. തന്റെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ടവൻ അടിക്കുകയാണ്. അടികൊണ്ട ചെറിയ മനുഷ്യൻ വേദനാജനകമായ ശബ്ദത്തോടെ അദ്ദേഹം അങ്ങ് വേച്ച് നിലത്ത് വീഴുകയാണ്. നിലത്ത് വീണപ്പോ രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുന്നേൽക്കുകയാണ്. ചെവി പൊട്ടി ഒഴുകുന്നുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്. ആ ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാ. ഹബീബായ റസൂലേ, എന്നെ അബൂജഹൽ അടിച്ചു നബിയേ. എല്ലാവർക്കും വലിയ സങ്കടമായി, എല്ലാവർക്കും വലിയ ദുഃഖമായി. അബൂജഹൽ വല്ലാതെ മർദ്ദിച്ചിരിക്കുന്നുവല്ലോ, പകരം ചോദിക്കാൻ ഞങ്ങളുടെ അടുക്കൽ ശക്തിയില്ലല്ലോ. അതാ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. യാ റസൂലല്ലാഹ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല നബിയേ. ഇതിന് പകരം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഏതാനും സമയത്തിനകം നമുക്ക് വന്നു വരാൻ പോവുകയാണ്, നമ്മുടെ ഇടയിൽ സംജാതമാകാൻ പോവുകയാണ്. ഞാൻ ആ ചരിത്രം ചുരുക്കുകയാണ്. കാലം കടന്നുപോയി, ബദർ യുദ്ധം വന്നു. ബദറിന്റെ പോർക്കളത്തില് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയാണ് എന്നോട് ക്രൂരമായി പെരുമാറിയ അബൂജഹൽ, എന്റെ ഹബീബായ നബിയെ മർദ്ദിച്ച, റസൂലുള്ളാഹിക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ട അബൂജഹൽ എവിടെയാണ്? അങ്ങനെ അന്വേഷിക്കുമ്പോഴതാ രണ്ട് ചെറിയ കുട്ടികൾ മുആദും മുഅവ്വിദും അവർ അബൂജഹലുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം അങ്ങാഞ്ഞെറിഞ്ഞു. അബൂജഹൽ അങ്ങ് നിലത്ത് വീണു. നിലത്ത് വീണ ഇവന്റെ നെഞ്ചത്ത് കയറി നിൽക്കുകയാണ്. നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു, അള്ളാഹുവിനെ അറിയാമായിരുന്നിട്ടും അംഗീകരിക്കാത്തയാൾ, ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ എത്രയോ പാവപ്പെട്ട സ്വഹാബികളെ വല്ലാതെ ക്രൂരമായി മർദ്ദിച്ച, കത്തിക്കാളുന്ന സൂര്യന്റെ ചൂടില് മരുഭൂമിയിലൂടെ വലിച്ചെടുത്ത് നെഞ്ചത്ത് വലിയ വലിയ പാറക്കല്ലുകൾ കയറ്റി വെക്കാൻ മടി കാണിക്കാതിരുന്ന, കാരുണ്യത്തിന്റെ കണ്ണീരിന്റെ ഒരംശം പോലും കണ്ണുകളിൽ തെളിഞ്ഞു വരാതിരുന്ന അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അബ്ദുല്ലായോട് പറയുകയാണ്, അബ്ദുല്ലാ, എന്നെ നീ അറുക്കുകയാണല്ലേ, എന്നെ നീ കൊല്ലുകയാണല്ലേ? അതേ, നിന്നെ ഞാൻ കൊല്ലുകയാണ്. എന്നാൽ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്താന്നറിയോ? നിന്റെ പ്രവാചകനായ മുഹമ്മദിനോട് നീ പറയണം, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായ ആള് നിന്റെ പ്രവാചകനായ മുഹമ്മദാണ്. രണ്ടാമത്തെ കാര്യം, എന്റെ കഴുത്ത് നീ മുറിക്കുമ്പോ എന്റെ കഴുത്തിന്റെ താഴെ നിന്ന് നീ മുറിക്കണം അബ്ദുല്ലാ. എന്തുകൊണ്ടെന്നാൽ എന്റെ നീണ്ട കഴുത്ത് കണ്ട്, എന്റെ മുഖം കണ്ടിട്ടെങ്കിലും നിന്റെ പ്രവാചകനായ മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹിയുടെ മനസ്സിൽ ദേഷ്യം ഇരച്ചു കയറി തന്റെ വാളെടുത്തുകൊണ്ട് അബൂജഹലിന്റെ തല മുറിക്കുകയാ. എന്നിട്ട് ആ മുറിച്ച തലയെടുത്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ നോക്കുമ്പോ തന്റെ കയ്യിൽ അത് പൊങ്ങുന്നില്ല. എന്ത് ചെയ്തെന്നറിയുമോ? കാലങ്ങൾക്ക് മുമ്പ് തന്റെ ചെവി പൊട്ടിച്ചില്ലേ എന്നതുപോലെ വാളെടുത്തുകൊണ്ട് ചെവിയിലൂടെ ഒരു ദ്വാരമുണ്ടാക്കി. ആ ദ്വാരത്തിൽ ഒരു കയറിട്ടു. ആ തലയിങ്ങനെ വലിച്ചുകൊണ്ട് ശത്രുക്കളുടെ ഏറ്റവും വലിയ നേതാവായ, മനുഷ്യന്റെ ശത്രുവായ, മൃഗങ്ങളുടെ ശത്രുവായ, ഒരാളോടും കാരുണ്യത്തോടെ പെരുമാറാത്ത, എല്ലാവർക്കും ഏറ്റവും വലിയ അന്ധകനായിരുന്ന ഈ അബൂജഹലിന്റെ തലയും വലിച്ചുകൊണ്ട് ഇലാ ഹളറത്തി ഹബീബില്ലാഹ്,
അള്ളാന്റെ റസൂലിന്റെയും സ്വഹാബികളുടെയും അടുക്കലേക്ക് വരികയാണ്. എല്ലാവർക്കും വലിയ സന്തോഷം, ആവേശം. എല്ലാവരും തക്ബീർ മുഴക്കിക്കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ സ്വീകരിച്ചു. എല്ലാവരും ഇങ്ങനെ സ്വീകരിച്ചിരിക്കുമ്പോ നബിയോട് ഈ കാര്യം പറയുകയാണ്. യാ റസൂലല്ലാഹ്, ഇവൻ മരിക്കുന്ന വേളയിൽ ഇങ്ങനെ പറഞ്ഞു നബിയെ, അവൻ ഏറ്റവും ദേഷ്യമുള്ളത് അങ്ങയോടാണ്. അങ്ങ് പേടിക്കാൻ വേണ്ടി അവന്റെ കഴുത്ത് താഴെ നിന്ന് മുറിക്കാനും അവൻ പറഞ്ഞു നബിയേ. അള്ളാന്റെ റസൂൽ അതിന് പറഞ്ഞ മറുപടി നമ്മയൊക്കെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടതാണ്. ലോകത്തിന്റെ നേതാവ്, സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്തൊരു പരീക്ഷണമാണ്. ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസ. അല്ലാഹുവേ, മൂസാ നബിയേക്കാൾ വലിയ ഫിർഔനെയാണല്ലോ എനിക്ക് നീ നൽകിയത് റബ്ബേ. എന്തേ കാരണം? മൂസാ നബിക്ക് നീ നൽകിയ ഫിർഔൻ ചെങ്കടലിൽ മുങ്ങിത്താവുമ്പോ, അവൻ മരിക്കുമെന്ന് ഉറപ്പാകുമ്പോ അവൻ വിളിച്ചു പറയുന്നത് ആമന്തു ബി റബ്ബി മൂസാ വ ഹാറൂൻ. ഞാനിതാ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ്.